വയനാട് ചെമ്പ്ര വനസംരക്ഷണ സമിതി തട്ടിപ്പിൽ വിശദമായ അന്വേഷണത്തിന് വനം വകുപ്പ് ഒരുങ്ങുന്നു. അന്വേഷണത്തിന് വനം വിജിലൻസിനെ ചുമതലപ്പെടുത്തി. ചെമ്പ്ര വനസംരക്ഷണ സമിതിയുടെ 2008 മുതലുള്ള കണക്കുകൾ പരിശോധിക്കും. വനം വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇതിനായി 7 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഒരു വർഷത്തിനിടെ 16 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ആദിൽ പാലോട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ചെമ്പ്ര പീക്കിൽ ഞാൻ ഒരിക്കൽ പോയിരുന്നു. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. പക്ഷേ ആ ചെമ്പ്ര പീക്കിലേക്കുള്ള സന്ദർശകരെ കൊള്ളയടിച്ച് ഈ പറയുന്ന തട്ടിപ്പ് നടത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ വനം വിജിലൻസിൻ്റെ പിടിയിലാകാൻ പോകുന്നത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? വനം വകുപ്പ് അതിനെ വളരെ ഗൗരവമേറിയൊരു വിഷയമായിട്ടാണോ കണക്കാക്കിയിരിക്കുന്നത്? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. അരുൺകുമാർ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, 1 ലക്ഷത്തോളം രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം. ചെമ്പ്ര പീക്കിലേക്ക് ട്രെക്കിംഗ് സംഘടിപ്പിക്കുന്ന വനസംരക്ഷണ സമിതിയുടെ ഫണ്ടിൽ നിന്നാണ് ഈ പണം മുക്കിയത്. 16 ലക്ഷം രൂപ ഒരു വർഷത്തിനിടെ മുക്കി എന്നാണ് പ്രാഥമിക കണക്ക്. ഇത് തട്ടിപ്പ് നടത്തി. ഇതിൽ ഉൾപ്പെട്ട 3 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന് തന്നെയാണ് വനംവകുപ്പിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് വനം വിജിലൻസിനെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. 2008 ഇങ്ങനെ ഒരു ട്രക്കിങ്ങും വനസംരക്ഷണ സമിതി രൂപീകരിക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായത്. അതുമുതലുള്ള കണക്ക് പൂർണ്ണമായും പരിശോധിക്കാനാണ് നിർദ്ദേശമുള്ളത്. മാത്രമല്ല, ഈ ചെറിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരോ അക്കൗണ്ട് സൂക്ഷിക്കുന്ന ആളുകളോ വിചാരിച്ചാൽ മാത്രം ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താനാകില്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് കരുതുന്നത്. ഇതിന് പിന്നിൽ വലിയ ആളുകളുണ്ട്, വലിയ കേന്ദ്രങ്ങളും ബുദ്ധി കേന്ദ്രങ്ങളും ഉണ്ട് എന്ന് വനംവകുപ്പ് കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിലെ ഗൂഢാലോചനയടക്കം അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വനം വിജിലൻസിൻ്റെ APCCF എൽ ചന്ദ്രശേഖരായിരിക്കും ഈ സംഘത്തെ നയിക്കുക. 7 അംഗ സംഘത്തെ അന്വേഷണത്തിനായി വനംവകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വനം വിജിലൻസിൻ്റെ സംഘമാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുക. ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്, ഇതുവരെയുള്ള കണക്കുകൾ എന്തൊക്കെയാണ്, വരവ് ചെലവ് കണക്കുകൾ അടക്കം പരിശോധിച്ച് എത്ര രൂപയാണ് ഇതിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്ന പൂർണ്ണമായൊരു വിശദമായൊരു പരിശോധനയ്ക്കാണ് വനംവകുപ്പ് ഒരുങ്ങുന്നത്. അതിനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെയും പ്രത്യേകമായി നിയോഗിച്ചിട്ടുള്ളത്. അരുൺ, ഓക്കെ, ആദിൽ പാലോടാണ് നമുക്കൊപ്പം ചേർന്നത്.